വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. രാജപുരം എണ്ണപ്പാറ മൊയിലോത്തെ ആദിവാസി പെൺകുട്ടി MC രേഷ്മയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിഞ്ഞത് DNA പരിശോധനയിലൂടെയാണ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണത്തൂർ സ്വദേശിയായ ബിജു പൗലോസിനെയാണ് 15 വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത്. എണ്ണപ്പാറ മൊയോലം ഉന്നതിയിലെ രാമൻ കല്യാണി ദമ്പതികളുടെ മകളായിരുന്നു രേഷ്മ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമാണ് ബിജു പൗലോസ്. 2010 ജൂൺ 6-നാണ് 17 വയസ്സുകാരിയായ രേഷ്മയെ കാണാതായത്. 15 വർഷത്തിനു ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത്. കേരള പോലീസിന്റെ അന്വേഷണ പാടവത്തിനുള്ള തെളിവാണ് അറസ്റ്റ്. രേഷ്മയെ കാണാനില്ലെന്ന് കാട്ടി പെൺകുട്ടിയുടെ അച്ഛൻ രാമൻ 2011 ജനുവരി 19 അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കേസ് CBIക്ക് വിടണമെന്നും കാണിച്ച് 2021 കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. തുടർന്ന് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ബേക്കൽ DYSP CK സുനിൽകുമാറിനായിരുന്നു ചുമതല. രേഷ്മയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്ന് പ്രതിസ്ഥാനത്തുള്ള ബിജു പൗലോസ് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല. അതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചില്ലെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കോടതി അറിയിച്ചു. അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് 2024 കുടുംബം വീണ്ടും കോടതിയിൽ പരാതി നൽകി. തുടർന്നാണ് കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഉത്തരവിട്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട രേഷ്മയെ പാണത്തൂർ പവിത്രം കഴപ്പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രേഷ്മയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയിലാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ DNA പരിശോധനയിൽ അത് രേഷ്മയുടേതാണെന്ന് തെളിഞ്ഞുവെന്നും കുടുംബം അറിയിച്ചു. ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP പ്രജീഷ് തോട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. 2010 ജൂൺ 6-നാണ് ബെളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് നഗരത്തിലെ TTC പരിശീലനത്തിയ രേഷ്മയെ കാണാതാകുന്നത്. 2024 ഡിസംബർ 9-നാണ് രേഷ്മ തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കളും ആദിവാസി സംഘടനകളും ആരോപിച്ചിരുന്നു. അറസ്റ്റുണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. പ്രതി രാജ്യമിടാതിരിക്കാൻ പ്രതിയുടെ പാസ്പോർട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. നുണപരിശോധനയ്ക്ക് പോലീസ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു പൗലോസ് ഇതിനെ എതിർത്തതിനാൽ നടന്നില്ല. രേഷ്മയുടേതെന്ന് സംശയിക്കുന്ന ചോറ്റുപാത്രം ബിജു പൗലോസിന്റെ വീട്ടിൽ നിന്നും പോലീസ് 5 വർഷം മുൻപ് കണ്ടെടുത്തിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നില്ല. കോടതിയിൽ നിന്നും പലപ്പോഴും ബിജു പൗലോസ് അനുകൂല വിധി നേടുന്നതും പോലീസ് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കി. ഹൈക്കോടതിയിൽ നിന്നും പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരെ എത്തിച്ചാണ് ബിജു പൗലോസ് പോലീസ് നീക്കത്തിന് തടയിടുന്നത്. നിരവധി തവണ അയാളെ ചോദ്യം ചെയ്തു. അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആദ്യം ഗൗനിച്ചിരുന്നില്ല. പിന്നീട് ആദിവാസി സംഘടനകൾ പ്രക്ഷോഭമായി രംഗത്ത് വന്നതോടെയാണ് പോലീസ് വീണ്ടും കേസ് പൊടിതട്ടിയെടുത്തത്. അപ്പോഴേക്കും 10 പതിറ്റാണ്ട് കഴിഞ്ഞു. തെളിവുകളൊന്നുമില്ലാതെയായി. രേഷ്മ മരിച്ചു എന്ന് പോലും വ്യക്തമാക്കാൻ പോലീസിനാകുന്നില്ല. ഈ ഘട്ടത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയത്. രേഷ്മയെ കാണാതായിട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP പ്രജീഷ് തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊയോലത്തെ വീട്ടിലെത്തിയ രേഷ്മയുടെ അച്ഛൻ PC രാമനിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. സമീപത്തെ വീടുകളിലും അന്വേഷണ സംഘം എത്തി. രേഷ്മ പഠിച്ച ബെളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവരങ്ങളും ശേഖരിച്ചു. 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് പരിശീലനത്തിലെത്തിയ രേഷ്മയെ കാണാതാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.